ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളും ഹാപ്പി ആയി പോകുന്നു. ഇന്നത്തെ സായാഹ്നം മുതൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് എല്ലാവരും കേട്ട് കാണല്ലേ. ഒരുപാട് സന്ദർശകർ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അധികം ട്രെയിനുകളൊന്നും അതിൽ പാസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടെ റെയിൽവേ സ്റ്റേഷൻ കാണാനും അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് നല്ലാത്തൊരു ഫീല് തരും. അവിടെ ശരിക്കും എന്താ പറഞ്ഞ ആളൊഴിഞ്ഞ അരങ്ങൊഴിഞ്ഞ ഒരു സ്ഥലം പോലെയായിരുന്നു ഇത്രയും കാലം കേട്ടോ. ഇപ്പൊ കുറെ സിനിമകളിലൊക്കെ അത് വന്നതുകൊണ്ടും സന്ദർശകർ ഒരുപാട് വരുന്നത് കൊണ്ടും ഇപ്പൊ മുതലമട സ്റ്റാറായി നിൽക്കുക അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളും അങ്ങനെ പോയി. കുറേ വർഷങ്ങളായിട്ട് പാലക്കാട് ജില്ലയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ ഇത് ആദ്യമായിട്ടാണ് പോയത്. പോയി കുറേ സമയം 6:30, 7:30 വരെ ഇരുന്നു. ഒരു 4 o'clock ആകുമ്പോൾ അവിടെ എത്തിയിട്ട് ഏകദേശം 2-2.5 മണിക്കൂറോളം അവിടെ ഇരുന്ന് ഓടി ചാടി നടന്ന് കളിച്ച് ഉല്ലസിച്ച് നടക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് പോയിരിക്കാൻ പറ്റിയ നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ ആരും റെയിൽ പാർക്കിൽ ഇറങ്ങുകയോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കളിക്കുകയോ ഒന്നും ചെയ്യരുത്, അപകടങ്ങൾ വിളിച്ചു വരുത്തരുത് എന്ന് റിക്വസ്റ്റ് കൂടെ ഉണ്ട്. പക്ഷെ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് കുട്ടികളായിട്ട് പോയാൽ ശരി സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ട് കുറേ സമയം ഇരിക്കാൻ പറ്റിയ ഒഴിഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഞങ്ങൾ അവിടെ കുറേ സമയം ഇരുന്നു. കഥകളും എന്താ പറയാ തമാശകളൊക്കെ പറഞ്ഞ് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കുറെ സമയം ഒരുപാട് സന്ദർശകർ വന്നു പോകുന്നുണ്ട് കേട്ടോ. അധികം വൈകുന്നേരം ആവുന്നവരെ നമ്മളവിടെ ഇരിക്കരുത്. ഇരുട്ട് വരുമ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് പോയിക്കോളണം എന്നത് സത്യമാണ്. കാരണം അപ്പുറത്തെല്ലാം കാടാണ്, ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. അധികം ഫാമിലീസ് ഒന്നും അടുത്തൊന്നും താമസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഇരുട്ട് തുടങ്ങണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് സ്ഥലം വിട്ടോളാം. അതുവരെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് മാനസികമായി സന്തോഷിച്ചിട്ട് പോവാന്ന് മാത്രം. ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കുറച്ച് സമയം ഇരുന്ന് തിരിച്ചു വരുന്ന സമയത്ത് കുറേ മാമ്പഴം ഇങ്ങനെ മാങ്ങ പാക്ക് ചെയ്യുന്ന കുറേ ഷെഡുകൾ കണ്ടു കേട്ടോ. അവിടെ കയറി അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ മുതലമടയിൽ നിന്നാണ് മൊത്തം ഏകദേശം കേരളത്തിലൊക്കെ അതിന് പുറത്തേക്കുമല്ല ഏറ്റവും കൂടുതൽ മാങ്ങ കയറ്റി വിടുന്നത്. ഒരുപാട് മാന്തോപ്പുകൾ ഞങ്ങൾ കണ്ടു, പകൽ വെളിച്ചത്തിൽ കണ്ടു. പക്ഷെ അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഒരുപാട് മാന്തോപ്പുകൾ കണ്ട് നല്ല മാങ്ങകളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ. രാത്രി തിരിച്ച് വീട്ടിൽ വന്നു. വരുന്ന വഴികളും കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. മെന്റലി നമ്മൾ ഫ്രീ ആവും. കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ. ഓക്കെ, ബൈ.